മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവന് ഒരു പോർച്ചുഗീസ് ക്രിസ്ത്യൻ പാതിരി അവരുടെ ഒരു ചെറിയ സംഭവമാണ്. നാരായണ ഗുരുദേവനെ ജാതിയില്ല വിളംബരം നടത്തിയ ആളെന്നും സർവലൗകികത്തിൻ്റെ മതേതരവാദിയാണെന്നും ഹിന്ദുവേ അല്ലെന്നും എല്ലാം പറഞ്ഞ് നടക്കുന്നവരുണ്ട്. വർക്കല ശിവഗിരി തീർത്ഥാടനം കഴിഞ്ഞ് ശിവഗിരിയിൽ വിശ്രമിക്കുന്ന നാരായണ ഗുരുദേവനെ കാണാൻ സൈക്കിളിൽ ഒരു പോർച്ചുഗീസ് പാതിരി വന്നിട്ട് നാരായണ ഗുരുദേവനോട് പറഞ്ഞു, ക്രിസ്തുമതം സ്വീകരിക്കണമെന്ന്. ഞാൻ നിങ്ങളെ ബൈബിൾ പഠിപ്പിക്കാം, നിങ്ങൾ ക്രിസ്തുമതം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. നാരായണ ഗുരുദേവൻ പറഞ്ഞു, ഇന്ന് എനിക്ക് സുഖമില്ല, പിന്നെ എന്തെങ്കിലും ആവാണ്. അയാൾ പിറ്റേ ദിവസവും വന്നു, ഇന്നെനിക്ക് വേറെ ജോലിയുണ്ട്, ഇന്ന് പറ്റില്ല പറഞ്ഞു. അയാൾ മൂന്നാം ദിവസവും വന്നു. അയാളിങ്ങനെ നിരന്തരം, ക്രിസ്ത്യാനികളുടെ ജോലി അതാണല്ലോ, യേശുവിനെ കച്ചവടം നടത്താനായിട്ട്, ബൈബിള് കച്ചവടം നടത്താനും മതത്തിൽ എണ്ണം കൂട്ടാനുമായിട്ട് ഏത് തരത്തിലുള്ള പ്രവൃത്തികളിലും ഏർപ്പെടുന്ന മാതിരി ആ പാതിരിയും വന്നു. നാലാം ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഈ പാതിരി നാരായണ ഗുരുവിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ചവിട്ട് പുറത്താക്കുന്നതാണ് തോന്നുന്നത് എന്ന്. നാരായണ ഗുരുദേവൻ പാതിരിയോട് പറഞ്ഞു, ഭാരതീയരാരെയും ചവിട്ടി പുറത്താക്കിയിട്ടില്ല, എല്ലാവരും അടിച്ചകത്താക്കിയിട്ടേ ഉള്ളൂ. ഭാരതീയരാരെയും ചവിട്ടി പുറത്താക്കിയിട്ടില്ല, എല്ലാവരും അടിച്ചകത്താക്കിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നാരായണ ഗുരുദേവൻ പറഞ്ഞു, ആട്ടെ, എന്താ ഈ ക്രിസ്തുമതത്തിൻ്റെ മഹത്വം എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, മനുഷ്യനെ പാപിയായിട്ടാണ് കാണുന്നത്. അപ്പം അതെന്താന്ന് നാരായണ ഗുരുദേവൻ ചോദിച്ചു. ഇങ്ങനെ ആദവും അവയും ആദി പാപം ചെയ്തു. അതിനിപ്പോൾ അവർ ചെയ്ത പാപത്തിന് നമ്മളെങ്ങനെയാണ് അതിന് വഴി എടുക്കേണ്ടത്? അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഹിന്ദുക്കൾക്ക് ഒരിക്കലും ബോധം വരാത്തത് അതാണ്. മാനവരാശിയുടെ ആദി ഉത്ഭവത്തിൽ നിന്നാണ് ഈ പാപം ആരംഭിക്കുന്നത്. ആ പാപം ഇല്ലാതെയാക്കാനാണ് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയത്. അപ്പം നാരായണ ഗുരു ഈ പാതിരിയോട് ചോദിച്ചു, അപ്പൊ കുരിശിലേറ്റിയതോടുകൂടി പാപം കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ പാപികളാന്ന് പറയുന്നത്? അല്ലല്ല, കുരിശിലേറ്റിയതോടുകൂടി പാപം കഴിഞ്ഞില്ല, ഇനിയുമുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയത്? യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയത് മനുഷ്യന്റെ പാപം ഇല്ലാതെയാക്കാനാണ്. അപ്പൊ പിന്നെ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയോടുകൂടി പാപം ഇല്ലാതെ ആയില്ലേ? ഇല്ല 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 ഇല്ല, പാപം ഇല്ലാതെ ആയില്ല. യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയത് പാപം ഇല്ലാതെയാക്കാനാണ്, എങ്കിലും പാപം ഇല്ലാതെ ആയിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഇല്ലാതെയാക്കിയത്, ഇല്ലാതെ ആയത്? പാപം ഇല്ലാതെയാക്കാനാണ്. ഇയാൾ അതിൽ തന്നെ കിടന്ന് വളഞ്ഞ് അവസാനം നാരായണ ഗുരു അടുത്തുള്ള ആളോട് പറഞ്ഞു, കണ്ടില്ലേ, ധരിച്ചിരിക്കുന്നതും പാലിക്കുന്നതും മുഴുവനും അബദ്ധജടിലമായിട്ടുള്ള വിശ്വാസവും തെറ്റാണെങ്കിലും അതിൽ തന്നെ ഉറച്ചു നിന്ന് വാദിക്കാനുള്ള അയാളുടെ കപ്പാസിറ്റി കണ്ടില്ലേ എന്ന് അടുത്തുള്ള ശിഷ്യനോട് പറയുകയും ചെയ്തിരുന്നു. ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടത് ഇതാണ് എന്ന് പറയുകയും ചെയ്തു. നാരായണ ഗുരുദേവൻ യഥാർത്ഥത്തിൽ ചെങ്ങന്നൂർ മുതൽക്ക് ഈ കളിയിക്കാവിള, ധനുവച്ചപുരം, ഊരമ്പ, അമ്പൂരി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഈഴവ സമുദായത്തെ ക്രിസ്ത്യാനികൾ മതം മാറ്റിയപ്പോൾ അവിടെ എല്ലാം വില്ലുവണ്ടിയിലും കാളവണ്ടിയിലും, അവസാനം യാത്ര ചെയ്ത ഒരു കാറിലാണ്, ഒരു നല്ല കാറിലാണ് യാത്ര ചെയ്തത്. കാറ് കണ്ടിട്ട് അദ്ദേഹം ചോദിക്കേണ്ടായി, ഇത് ഏതു തരത്തിലുള്ള മൃഗമാണ്, ഇതിനെന്താ തീറ്റ കൊടുക്കേണ്ടത്? ഏതായാലും അവിടെ എല്ലാം ചെന്ന് അമ്പലങ്ങളിൽ പ്രതിഷ്ഠിച്ച കുരിശെടുത്ത് മാറ്റി ആ കുരിശ് വെച്ചവരെ കൊണ്ട് തന്നെ ആ വിഗ്രഹം തിരിച്ചു വെപ്പിച്ച് എല്ലാവരും ഹിന്ദു ധർമ്മത്തിലേക്ക് കൊണ്ടുവന്നു. ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമതച്ഛേദനം എന്ന പുസ്തകം എഴുതിയിട്ട് ഇത് കൃഷ്ണനാശാൻ എന്ന ഒരാളെയും നീലകണ്ഠപിള്ള എന്ന നായരെയും കൃഷ്ണനാശാൻ എന്ന ഈഴവ പ്രമാണിയെയും പഠിപ്പിച്ചു. ആ കൃഷ്ണനാശാൻ ഏതാണ്ട് ഏറ്റുമാനൂരിൽ നിന്ന് തെക്കോട്ടും നീലകണ്ഠപിള്ള ഏറ്റുമാനൂരിൽ നിന്ന് വടക്കോട്ടും ഈ ക്രിസ്തുമതച്ഛേദനമെല്ലാം പറഞ്ഞ് ബൈബിളിലെ മണ്ടത്തരങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് അസാധാരണമാം വിധത്തിൽ ഹിന്ദുധർമ്മത്തിലേക്ക് മതം മാറിയവരെ കൊണ്ടുവരാൻ തുടങ്ങി. ആ കൃഷ്ണനാശാനെ സ്റ്റേജിൽ നിർത്തിക്കൊണ്ട് നാരായണ ഗുരുദേവൻ സദസ്സിനോട് പറയുന്ന വരിയാണ്, ഈ കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം എന്നേ ക്രിസ്ത്യാനികളായി പോകുമായിരുന്നു എന്ന്. ക്രിസ്തുമതത്തിലേക്ക് അല്പമെങ്കിലും മാറണമെന്ന് വിചാരിച്ചവരെല്ലാം SNDP പുറത്താക്കി. പിന്നെ അവർ മാറില്ലെന്ന് എഴുതി തന്നതിന് ശേഷമാണ് SNDPയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ സത്യമാണ്, ആരും പറയാത്ത സത്യങ്ങൾ. 40ഓളം ഈഴവ കുടുംബാംഗങ്ങൾ ഇനി ഹിന്ദു സവർണരുടെ നീചമായിട്ടുള്ള പെരുമാറ്റം താങ്ങാൻ പറ്റില്ല,
ക്രിസ്ത്യാനിയായി മാറിയാൽ ഹിന്ദുക്കളും ഞങ്ങളെ ബഹുമാനിക്കും, സവർണരും ബഹുമാനിക്കുമെന്ന് പറഞ്ഞിട്ടാണ് മതം മാറാനായിട്ട് പോകുന്നതിന് മുമ്പ് നാരായണ ഗുരുദേവന്റെ അടുത്ത് വന്നത്. അപ്പൊ നാരായണ ഗുരുദേവൻ പറഞ്ഞത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അത്ര മാത്രമല്ല പറഞ്ഞത്, പിന്നെയും പറഞ്ഞു അതിന്റെ കൂട്ടത്തില് മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്ന മനുഷ്യരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വരിയോട് ചേർത്ത് പറഞ്ഞത് മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്ന മനുഷ്യരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവിടെ കൊണ്ട് നിർത്തിയില്ല. നിങ്ങൾക്ക് മതം മാറാനാണ് താല്പര്യമെങ്കിൽ ഹിന്ദു മതത്തിൽ നിന്ന് സനാതന ധർമ്മത്തിലേക്ക് പോയിക്കൊള്ളുക. ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്കോ ബുദ്ധമതത്തിലേക്കോ പോകാനല്ല പറഞ്ഞത്, ഹിന്ദു മതത്തിൽ നിന്ന് സനാതന ധർമ്മത്തിലേക്ക് പോയിക്കൊള്ളുക. ഇതൊന്നും അറിയാതെ നാരായണ ഗുരുദേവനെ ഒരു വർഗത്തിൻ്റെയും ഒരു ജാതിയുടെയും മതത്തിൻ്റെയും ആൾക്കാരാകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചില മതേതരവാദികളും രാഷ്ട്രീയക്കാരും ഒക്കെ പറയുമ്പോൾ എല്ലാവരും അറിയണം നാരായണ ഗുരുദേവൻ ആരായിരുന്നു, എന്തായിരുന്നു എന്ന്. എഴുതിയ 61 കൃതികളും ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ചാണ്. അനുകമ്പാദശകത്തിലെ ഒരു വാക്ക് മുത്തുനബി എന്നുള്ളതും വേറൊരു വാക്ക് ഈശ്വര പുത്രൻ എന്നുള്ളതും അല്ലാതെ നമ്മുടെ അമ്പലങ്ങളിലെല്ലാം പുരാണേതിഹാസങ്ങൾ പഠിപ്പിക്കാൻ 2 യുവാക്കളെ വിദ്യാഭ്യാസമുള്ളവരെ ശമ്പളം കൊടുത്ത് നിർത്തണം എന്നാണ് പറഞ്ഞത്. പുരാണങ്ങളും ഇതിഹാസങ്ങളും ബൈബിളും ഖുർആനും പഠിക്കാനെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ അമ്പലങ്ങളിൽ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച, ശിഷ്യന്മാരെ പ്രതിഷ്ഠിച്ച അമ്പലങ്ങളിൽ ഇടത് സൈഡിലും വലത് സൈഡിലും കുരിശും കാവയൊന്നും പ്രതിഷ്ഠിച്ചിട്ടില്ല. ഒരു സ്ഥലത്തും പ്രതിഷ്ഠിച്ചിട്ടില്ല. ഇന്ന് വെറുതെ ചിന്തിച്ചാൽ അറിയാൻ സാധിക്കും എത്ര ഗംഭീരായിട്ട് ഹൈന്ദവ ജനതയുടെ സന്യാസിയും ഋഷിയുമായിട്ട് നമ്മുടെ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമ്പൂതിരിമാര് പോലും ചോദിച്ചപ്പോൾ എതിർത്തൊന്നുമില്ല. അവർ ചോദിച്ചു, അങ്ങക്ക് തന്ത്രവിധി പ്രകാരം പ്രതിഷ്ഠ നടത്താനുള്ള അനുവാദമുണ്ടോന്നേ ചോദിച്ചുള്ളൂ. മുഷ്ടി ചുരുട്ടിയിട്ട് തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് പോയില്ല. അവർ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ചോദ്യം ചോദിച്ചു. ഭംഗിയായിട്ടുള്ള ഉത്തരാണ് കൊടുത്തത്. നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. എന്ത് ഭംഗിയായിട്ടുള്ള ഉത്തരാണ്? നമ്മുടെ ക്രിസ്തുവിനെയാണ് പ്രതിഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങളോടുള്ള പ്രതിഷേധം കൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കാൻ പോവാണെന്ന് പറഞ്ഞില്ലല്ലോ. അറിയണം നമ്മളിതെല്ലാം. ഞാനിത് പറയാൻ കാരണം നാരായണ ഗുരുദേവനെ തന്നെ കൺവെർട്ട് ചെയ്യാൻ വന്ന പോർച്ചുഗീസ് പാതിരിയോട് പറഞ്ഞതും ചോദിച്ചതും എല്ലാം കൂടി ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. വലിയ നാരായണ ഗുരുദേവനെ മതേതരവാദിയും ഒക്കെ ആക്കി ചിത്രീകരിക്കാനും മതസൗഹാർദ്ദ സമ്മേളനം നടത്താൻ ഹിന്ദുക്കളെ കൈയെടുക്കുന്നത്, സൗഹാർദ്ദം മുഴുവനും മുടിപ്പിക്കുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. മതം മാറ്റിയിട്ടും തീവ്രവാദത്തിലൂടെയും. അവർ മതസൗഹാർദ്ദ റാലിയൊന്നും നടത്തില്ല. അവർ മതസൗഹാർദ്ദത്തിനോട് ഒന്നും ചെയ്യില്ല. കാരണം പ്രശ്നം ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ്. പാവപ്പെട്ടവരെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും മതം മാറ്റിയും, മറ്റേത് ലവ് ജിഹാദിലൂടെയും വേറെ രീതിയിലൂടെയും ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ഇല്ലാതെയാക്കാനും ശ്രമിക്കുന്ന അവർക്ക് ഈ മതസൗഹാർദ്ദ റാലിയൊന്നുമില്ല. നമുക്ക് മാത്രമായി മതസൗഹാർദ്ദ റാലിയിൽ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും കൊണ്ടുവന്ന് ഹിന്ദുവിനോട് അവന്റെ അറേബ്യയിലെ മരുഭൂമിയിൽ ജീവിച്ചിരുന്നവർക്ക് വേണ്ടി എഴുതിയ പുസ്തകം ഇവിടെ വേദത്തിൻ്റെയും ഇതിഹാസത്തിൻ്റെയും ഈറ്റില്ലമായ അതിൻ്റെ അവകാശികളുടെ അടുത്ത് ആ സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത് കേൾപ്പിക്കാം. ഇസ്രായേലിലെ മരുഭൂമിയിലുള്ളവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് കേൾപ്പിക്കാം. പക്ഷെ അവർ നമ്മളുടേത് കേൾപ്പിക്കില്ല. അവരുടെ പള്ളിയിലേക്ക് നമ്മുടെ ആരെയും വിളിച്ച് ഒരു സ്വാമിയെ വിളിക്കുകയാണെങ്കിൽ തന്നെ ഈ പോത്തൻകോട് ആശ്രമത്തിൽ നമ്മുടെ പൈതൃകമായിട്ട് വലിയ വിവരമൊന്നും ഇല്ലാത്ത അഡ്വർടൈസ്മെന്റിന് മാത്രം നിൽക്കുന്ന ചില സ്വാമിമാരുണ്ട്. അവരെ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ച് പറയിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അവൻ ഇവിടെ വന്നാലും ക്രിസ്തുവിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചേ പറയുള്ളൂ. ബാബു പോളും അത് തന്നെയാണ്. ഇവിടെ വന്ന് നാരായണ ഗുരുദേവൻ എല്ലാം പറഞ്ഞത് ബൈബിളിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് പോയത് നാഗമ്പടം ക്ഷേത്രത്തിൽ ഞാൻ സാക്ഷിയായിട്ട് കേൾക്കുകയും കാണുകയും ചെയ്തതാണ്. അവരിവിടെ വന്ന് ക്രിസ്തുമതവും ഇസ്ലാം മതവും പ്രചരിപ്പിക്കും. നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ടും അവരുടെ മതത്തെക്കുറിച്ച് നല്ലത് പറയും. ഇത് തിരിച്ചറിയാൻ നാരായണ ഗുരുദേവനെ പോലെയുള്ളവർ ചെയ്തത് എന്താണെന്ന് ശരിക്കും പഠിക്കണം. പ്രണാമം, നമസ്കാരം.